വേനൽക്കാല ആവശ്യത്തിനുള്ള വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ KCBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഇതോടെ വരും മാസങ്ങളിലും ഉപഭോക്താക്കൾ സർചാർജ് അടയ്ക്കേണ്ടി വരും. റദ്ദാക്കിയ 465 മെഗാവാട്ടിന്റെ കരാർ പുനഃസ്ഥാപിച്ചിട്ടും കമ്പനികൾ വൈദ്യുതി നൽകാത്തതിനെതിരെ നിയമപരമായി നീങ്ങാൻ പോലും KCB കൂട്ടാക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി 86 ദശലക്ഷം യൂണിറ്റിന് മുകളിലായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. വേനൽ കടുത്തതോടെ ഏപ്രിൽ മെയ് മാസത്തേക്ക് അധികമായി 250 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാനാണ് KCBയുടെ തീരുമാനം. അദാനി എന്റർപ്രൈസസ്, PTDC ഇന്ത്യ, ടാറ്റ പവേഴ്സ് എന്നീ കമ്പനികളിൽ നിന്നും യൂണിറ്റിന് 8.69 രൂപ എന്ന ഉയർന്ന നിരക്കിലാണ് കരാർ. യൂണിറ്റിന് 4.29 രൂപയ്ക്ക് വൈദ്യുതി ലഭിച്ചിരുന്ന 465 മെഗാവാട്ടിന്റെ കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങിയെടുക്കുന്നതിനായി KCBയുടെ ഭാഗത്തു നിന്നും ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ പോലും KCBക്ക് താല്പര്യമില്ല. പഴയ കരാറുകൾ പുനഃസ്ഥാപിക്കാത്തതിനാലാണ് പുതിയ കരാറിലേക്ക് KCBക്ക് പോകേണ്ടി വന്നത്. നിലവിൽ ടെൻഡർ വിളിച്ച കരാറുകൾ പോലും ശരിയായ രീതിയിൽ വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി KCBയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതും, നിലവിൽ ടെൻഡർ വിളിച്ച കരാറുകൾ പോലും ശരിയായ രീതിയിൽ വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി KCBയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്നും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ജനം, തിരുവനന്തപുരം.